ഇന്നത്തെ റെസിപ്പി വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോമ്പിൻ്റെ സമയത്തൊക്കെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. ഇതിൽ നമ്മൾ 2 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അതാണ് ഈ ജ്യൂസിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്തിരി നമ്മളിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത വെള്ളത്തിലാണ് ഇത് ഇട്ട് വെച്ചത്. ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ നല്ലപോലെ കഴുകിയെടുത്തിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നല്ലപോലെ മുന്തിരി ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച്, അല്ലെങ്കിൽ സോസ് പാനായി കഴിഞ്ഞാലും മതി, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം നല്ലപോലെ ഒന്ന് തിളവരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ചേരുവകൾ ചേർക്കാനുണ്ട്. അതെന്ന് പറയുന്നത് നമ്മളൊരു 2 ചെറിയ പീസ് ഇഞ്ചിയാണ്. അതുപോലെ തന്നെ ചേർക്കുന്നത് ഒരു 1-2 ഏലക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെടുക്കുന്ന മുന്തിരീൻ്റെ അളവിനനുസരിച്ച് ഇതിൻ്റെ അളവൊക്കെ കൂട്ടും കുറക്കും ഒക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ആ മുന്തിരിയും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് കുരു ഇല്ലാത്ത മുന്തിരിങ്ങയാണ്. അതുപോലെ നാട്ടിലുള്ള മുന്തിരിങ്ങ, നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കുന്ന മുന്തിരിയല്ല ഞാനിതിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇത് കിട്ടാനില്ല, അതുകൊണ്ടാണ് ഈ ഒരു മുന്തിരി എടുക്കുന്നത്. അപ്പോൾ നാട്ടിലൊക്കെ നിങ്ങൾ മുന്തിരി ജ്യൂസ് അടിക്കുന്നതാണെങ്കിൽ, നമുക്ക് സാധാരണ മുന്തിരി ജ്യൂസ് അടിക്കുമ്പോൾ കുറച്ച് പുളിയൊക്കെയുള്ള ആ ഒരു മുന്തിരി ഇല്ലേ, നമ്മൾ ജ്യൂസ് അടിക്കുന്ന മുന്തിരി, അതെടുക്കുന്നതാണ് നല്ലത്. ടേസ്റ്റ് കിട്ടുന്നത് അതിനാണ്. അപ്പോൾ ഇത് നമ്മളിത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലോണം മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ കളറൊക്കെ ഇറങ്ങി വരും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാനിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 5-10 മിനിറ്റ് മാത്രം മതിയാകും ഇത് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഇഞ്ചിൻ്റെയും ഏലക്കായൻ്റെയും ഒക്കെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ നന്നായിട്ട് ഇറങ്ങി വരികയും ചെയ്യും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലോണം ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാണാൻ നല്ലൊരു കളറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് തണുത്തതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതാ നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് വേണ്ടുന്നത് നമ്മൾ ഒരു അരിപ്പയിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരിക്കും കൂടി ചെയ്താൽ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ സാധാരണ നാട്ടിൽ കിട്ടുന്ന കുരുവുള്ള ടൈപ്പ് മുന്തിരിയൊക്കെയാണ് നിങ്ങൾ അടിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് അടിക്കരുത്. അപ്പോൾ കുരു നല്ലോണം അരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചവർപ്പ് രസം ഉണ്ടാകും. അപ്പോൾ നമ്മളപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിപ്പ് ചെയ്ത് മാത്രമേ ആ ജ്യൂസ് ചെയ്യാൻ പാടുള്ളൂ, അടിക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ലപോലെ ഇത് ഒന്ന് അരിച്ചെടുത്ത് കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുന്തിരി ജ്യൂസ് മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പഞ്ചസാര നമ്മൾ മുന്തിരി ജ്യൂസ് അരിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റിൻ്റെ കൂടെ അങ്ങ് നന്നായിട്ടങ്ങ് പോകും. അപ്പോൾ ഒരുപാട് പഞ്ചസാരയും മധുരവും ഒക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് അരിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് മധുരം ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏലക്കായും ഇഞ്ചിയും അരക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിന വേണമെങ്കിൽ 1-2 ഇതൾ പുതിന നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ഐസും കട്ട അതിൻ്റെ മേലെ ഇട്ടിട്ടോ നല്ല തണുപ്പോടുകൂടി കുടിക്കാം. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് ജ്യൂസിനൊക്കെ കൊടുക്കുന്നത്. നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ അല്ലേ, അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ദാഹമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. അതുപോലെ ഇതിൽ ചേർക്കുന്ന ഏലക്കായും ഇഞ്ചിയും ഒക്കെ ഇതിന് പ്രത്യേക ഒരു ഫ്ലേവറും കൂടി കൊടുക്കുന്നുണ്ട്. അതുപോലെ മിക്ക കൂൾ ബാറുകളിലും മുന്തിരി ജ്യൂസൊക്കെ തയ്യാറാക്കുന്നത് ഇതുപോലുള്ള നല്ല സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ്. അതാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റും കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒരു മുന്തിരി ജ്യൂസ് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്